തായ്ലൻഡിലെ ഫുക്കറ്റ് ദ്വീപിൽ വാറ്റ് ചലോങ് എന്ന ചരിത്രപ്രസിദ്ധമായ ബുദ്ധക്ഷേത്രത്തിന്റെ ക്യാമ്പസിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. വലിയൊരു ക്ഷേത്ര കോംപ്ലക്സ്. അതിൽ ശ്രീബുദ്ധന്റെ അസ്ഥി സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്തൂപമാണ് ഇക്കാണുന്നത്. അതിനകത്ത് കയറി കാഴ്ചകൾ ചിത്രീകരിച്ച ശേഷമാണ് എന്റെ നടത്തം. അതിവിപുലമായ ഒരു ഉദ്യാനത്തിൽ അങ്ങിങ്ങായാണ് ക്ഷേത്രമന്ദിരങ്ങളും കാര്യാലയങ്ങളും സന്യാസിമാരുടെ വാസയിടങ്ങളുമെല്ലാം. ഫുക്കറ്റിലെ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയതും ഏറ്റവും വിപുലവുമായ ക്ഷേത്ര കോംപ്ലക്സാണിത്. ഭക്തർക്ക് പുറമെ ഫുക്കറ്റിലെത്തുന്ന ടൂറിസ്റ്റുകളിൽ വലിയൊരു ശതമാനവും ഇവിടേക്ക് എത്തുന്നു. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ ദിവസവും വാറ്റ് ചലോങ്ങിൽ വരുന്നത്. ഫുക്കറ്റിലെ മറ്റു കെട്ടിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തായ്ലൻഡിന്റെ തനതു വാസ്തുവിദ്യ ഇവിടെ കണ്ടറിയാം. ലോകത്ത് മറ്റെവിടെയും കാണാത്ത തരത്തിലുള്ള ഒരു കെട്ടിട നിർമ്മാണ ശൈലിയാണിത്. കൂടാതെ തായ്ലൻഡുകാരുടെ ഭക്തിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം വാറ്റ് ചലോങ് സന്ദർശനത്തിലൂടെ അറിവ് ലഭിക്കുന്നു. ഇപ്പോൾ നേരം 11 മണിയായിട്ടുണ്ട്. എന്റെ ഡ്രൈവർ ലാങ് കാറുമായി പാർക്കിങ്ങിൽ എവിടെയോ ഉണ്ട്. അയാളെ കണ്ടുപിടിച്ചു. കാറിൽ കയറി യാത്ര തുടരുകയാണ്. തെങ്ങിൻതോപ്പെല്ലാമുള്ള ഈ ഭാഗങ്ങൾ ക്ഷേത്ര കോമ്പൗണ്ടിന്റെ ഭാഗം തന്നെയാണ്. ഒട്ടൊരു അലസനാണ് എന്റെ ഡ്രൈവർ ലാങ്. ഇന്നലെ രാത്രിയിൽ എവിടെയൊക്കെയോ ആഘോഷത്തിമിർപ്പിലായിരുന്നിരിക്കാം. അതിന്റെ ഹാങ് ഓവറിലാണിപ്പോൾ. രാവിലെ എണീറ്റപടി കാറുമായി ഇങ്ങ് പോന്നതാകാം. ലാങ്ങിന് അല്പസ്വല്പം ഇംഗ്ലീഷ് അറിയാം എന്നതു മാത്രമാണ് ഒരാശ്വാസം. അടുത്തതായി ബിഗ് ബുദ്ധ ക്ഷേത്രം കാണാനാണ് പോകുന്നത്. ഫുക്കറ്റുകാരനായിട്ടും ലാങ്ങിന് 1-2 തവണ വഴിതെറ്റി. ഒടുവിൽ കൈവശമിരിക്കുന്ന മാപ്പ് നോക്കി ഞാൻ പറഞ്ഞുകൊടുക്കുന്നതനുസരിച്ച് ആശാൻ കാർ വിടുകയാണ്. കൂടുതൽ എളുപ്പമുള്ള വഴിയിലൂടെയാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന ഭാവേനയാണ് പോക്ക്. ഞാനാകട്ടെ അല്പം സമ്മർദ്ദത്തിലാണ്. ബിഗ് ബുദ്ധ ക്ഷേത്രവും അവിടുത്തെ ബുദ്ധപ്രതിമയുമെല്ലാം കണ്ട ശേഷം 2 മണിയോടെ എയർപോർട്ടിലെത്തണം. നേരെ മുന്നിൽ അക്കാണുന്നതാണ് ബിഗ് ബുദ്ധ സ്റ്റാച്യു. ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ തന്നെ അതൊരു വലിയ നിർമ്മിതിയാണ്. ഇനി ആ മലയുടെ മുകളിലെത്തണം. വഴിയോരത്തെ പുരയിടങ്ങളിൽ വാഴയും റബ്ബറും കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ ടൂറിസം പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളും സാധാരണ മനുഷ്യർ ജീവിക്കുന്ന മേഖലകളും തമ്മിൽ വലിയ വേർതിരിവുകളൊന്നുമില്ല. കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അതേ കാഴ്ചകളും അനുഭവങ്ങളും തന്നെയാണ് ഫുക്കറ്റിലൂടെ സഞ്ചരിക്കുമ്പോഴുമുള്ളത്. പലയിടത്തും റോഡ് കോൺക്രീറ്റ് ചെയ്തതാണെന്നതും ടൂറിസ്റ്റുകളുടെ സാന്നിധ്യം എവിടെയും ഉണ്ടെന്നതും മാത്രമാണ് വ്യത്യാസം. ക്വാഡ് ബൈക്കുകളിൽ ടൂറിസ്റ്റുകൾ കുന്നുകയറുന്നു. ഒടുവിൽ കാർ ബിഗ് ബുദ്ധ ക്ഷേത്രത്തിന് സമീപമെത്തി. ക്ഷേത്രത്തിന്റെ പണി ഇനിയും പൂർത്തിയായിട്ടില്ലെന്ന് ഇവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത്. കാറിൽ നിന്നിറങ്ങി ഞാൻ ക്ഷേത്രത്തിലേക്ക് നടന്നു. വലിയൊരു കെട്ടിട കോംപ്ലക്സിന് മുകളിലാണ് പ്രതിമയിരിക്കുന്നത്. ഒരു മലയുടെ നെറുകയിലാണ് ക്ഷേത്രവും പ്രതിമയും. താഴെ ഉൾക്കടലും തീരത്തെ പട്ടണങ്ങളുമെല്ലാം കാണാം. ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധപ്രതിമയുടെ പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച് വെളുത്ത മാർബിൾ കൊണ്ട് പൊതിഞ്ഞതാണ് ബുദ്ധശില്പം. പത്മാസനസ്ഥനായി ബുദ്ധനിരിക്കുന്ന രീതിയിലാണ് നിർമ്മിതി. ആവോ ചലോങ് എന്ന പിയറാണ് ഉൾക്കടലിൽ അക്കാണുന്നത്. തീരത്ത് ചലോങ് പട്ടണം. നിരവധി ബോട്ടുകൾ ഉൾക്കടലിൽ നിരന്നു കിടപ്പുണ്ട്. അതെല്ലാം ടൂറിസ്റ്റ് ബോട്ടുകൾ തന്നെ. ഫിഫി ദ്വീപിലേക്കും മറ്റും ബോട്ടുകൾ പുറപ്പെടുന്നത് ആവോ ചലോങ്ങിൽ നിന്നാണ്. നേരെ മുന്നിൽ നിന്ന് ബുദ്ധപ്രതിമയെ ഇങ്ങനെ പൂർണ്ണമായി കാണാം. ശ്രീബുദ്ധന്റെ വലിയ പ്രതിമകൾ ലോകയാത്രയ്ക്കിടെ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. നേപ്പാളിലും ഭൂട്ടാനിലും മുതൽ ഇന്ത്യയിൽ വരെ. പക്ഷേ അതിനെല്ലാമുള്ള ഒരു പൂർണ്ണത ഈ ബുദ്ധപ്രതിമയ്ക്കില്ലെന്ന് തോന്നിപ്പോകുന്നു. സാധാരണ ബുദ്ധപ്രതിമകളിൽ കാണുന്ന മുഖസൗന്ദര്യം ഇതിനില്ലെന്ന് പറയാം. എന്തുതന്നെയായാലും മഹത്തരമായൊരു നിർമ്മിതിയാണിത്. പ്രതിമയുടെ ചുവട്ടിൽ കൂറ്റനൊരു ക്ഷേത്ര കോംപ്ലക്സിന്റെ പണിയാണ് നടക്കുന്നത്. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് താൽക്കാലികമായ ഒരു ഷെഡിലാണ്
വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് ഇപ്പോൾ പൂജകളും പ്രാർത്ഥനകളുമെല്ലാം നടക്കുന്നത്. അഖണ്ഡ പ്രാർത്ഥനായജ്ഞം പോലെ ഉച്ചഭാഷിണിയിലൂടെ പ്രാർത്ഥനാ സൂക്തങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കുറെ സന്യാസിമാരും നിരന്നിരിപ്പുണ്ട്. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാവുന്നതുവരെയുള്ള താൽക്കാലിക പ്രാർത്ഥനാലയമാണിത്. സംഭാവനയായി ലഭിച്ച നോട്ടുകളും പ്രാർത്ഥനാ മന്ത്രങ്ങൾ എഴുതി തൂക്കിയ കടലാസു തുണ്ടുകളുമെല്ലാം കാണാം. ഇവിടെ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നത് സ്വദേശികളാണ്. ധാരാളം സന്യാസിമാർ. അവരെല്ലാം ബുദ്ധസൂക്തങ്ങൾ ഉരുവിട്ടങ്ങനെയിരിക്കുന്നു. 2008 ഓഗസ്റ്റ് 19 ഇവിടെ ഒരു ബുദ്ധവിഹാരം സ്ഥാപിക്കുന്നതിനും ബിഗ് ബുദ്ധ പ്രതിമ നിർമ്മിക്കുന്നതിനും തായ്ലൻഡിലെ ബുദ്ധമത മേധാവി അനുമതി നൽകിയത്. ബുദ്ധസന്യാസിമാരും ഭക്തരും ഉൾപ്പെട്ട ഒരു സമിതിയാണ് ഇപ്പോൾ ഇവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളും ക്ഷേത്ര നിർമ്മാണവും നിയന്ത്രിക്കുന്നത്. ചില ടൂറിസ്റ്റുകൾ ഭക്തിപൂർവ്വം പ്രായം ചെന്ന ബുദ്ധസന്യാസിക്കരികിൽ ചെന്ന് പൂജിച്ച ചരട് കൈത്തണ്ടയിൽ കെട്ടുകയും അനുഗ്രഹം വാങ്ങുകയുമെല്ലാം ചെയ്യുന്നുണ്ട്. പാശ്ചാത്യർക്ക് തെല്ലൊരു കൗതുകമുള്ള മതമാണ് ബുദ്ധിസം. ആപ്പിൾ കമ്പനിയുടെ മേധാവിയായിരുന്ന സ്റ്റീവ് ജോബ്സ് ബുദ്ധമതം സ്വീകരിച്ച ഒരാളായിരുന്നല്ലോ. പുരാവസ്തുക്കൾ പോലെ തോന്നുന്ന ചില പാത്രങ്ങളെല്ലാം നിരത്തിവെച്ചിരിക്കുന്നു. ഇവിടെ നിന്നും ബുദ്ധപ്രതിമയിരിക്കുന്ന പീഠത്തിന് ചൂട്ടിലേക്ക് കയറാം. അവിടേക്ക് ചെന്നു. ഇപ്പോൾ പ്രതിമ കുറെ കൂടി അടുത്ത് കാണാം. 45 മീറ്റർ ഉയരമുണ്ട് പ്രതിമയ്ക്ക്. 12 നിലയുള്ള കെട്ടിടത്തേക്കാൾ ഉയരം. ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂര പോലെയാണ് പ്രതിമയിരിക്കുന്നത്. മിങ് മോങ്കോൾ ബുദ്ധ എന്ന് പ്രാദേശികമായി ഇതറിയപ്പെടുന്നു. തെക്കൻ ഫുക്കറ്റിൽ എവിടെ നിന്ന് നോക്കിയാലും കാണും വിധമാണ് ബുദ്ധപ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കുന്നിൻ മുകളിൽ നിന്നാലാകട്ടെ താഴെയുള്ള വിശാല പ്രദേശങ്ങളും ദൃശ്യമാകും. കുന്നിന്റെ വക്കിൽ ഒരു ഭാഗത്ത് ഇവിടെ ഇങ്ങനെയൊരു മണ്ഡപം പണിതുവെച്ചിട്ടുണ്ട്. ഓലമേഞ്ഞ ഒരു മണ്ഡപം. ഇവിടെ നിന്നാൽ ഫുക്കറ്റിന്റെ ഭൂപ്രകൃതി ഏറ്റവും വ്യക്തമായി കാണാം. ഇതാണ് യഥാർത്ഥ ഫുക്കറ്റ്. കേരളത്തിന്റെ തനിപ്പകർപ്പ് തന്നെ. കടലും കരയും തമ്മിലുള്ള അതിമനോഹരമായ സങ്കലനം. ഇക്കാണുന്നതാണ് കാരോൺ ബീച്ച്. അവിടം പിന്നിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ വാറ്റ് ചലോങ്ങിലേക്കും ബിഗ് ബുദ്ധ സ്റ്റാച്യുവിനടുത്തേക്കുമെല്ലാം എത്തിയത്. ടൂറിസവുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളാണ് അവിടെയുള്ളതെല്ലാം. അതല്ലാത്ത ഒരു കെട്ടിടം പോലും അവിടെ ഇല്ലെന്ന് പറയാം. ബിഗ് ബുദ്ധ സ്റ്റാച്യുവിനരികിൽ നിന്നും മടക്കയാത്ര തുടങ്ങി. തികച്ചും കേരളീയമായ പ്രകൃതിയിലൂടെ. ചലോങ്ങിന്റെ തെരുവുകൾ സജീവമാകുന്നതേയുള്ളൂ. കാർ ഇനി നേരെ പോകുന്നത് ഫുക്കറ്റ് ടൗണിലേക്കാണ്. ഫുക്കറ്റ് ദ്വീപ് എന്ന് മൊത്തത്തിൽ പറയുമെങ്കിലും ഫുക്കറ്റ് എന്നൊരു ടൗണുമുണ്ട്. ഈ ദ്വീപിന്റെ ചരിത്ര പ്രാധാന്യമാർന്ന സ്ഥലം അതാണ്. ടിൻ ഖനനത്തിന്റെയും കൊളോണിയൽ കാലത്തിന്റെയും എല്ലാം അവശേഷിപ്പുകളുള്ള പട്ടണമാണത്. ആ പട്ടണം കൂടി കണ്ടിട്ട് വേണം എനിക്ക് എയർപോർട്ടിലേക്ക് പോകാൻ. ടൂറിസത്തിന്റെ പുതുമോടിയിൽ നിൽക്കുന്ന പാതയോരങ്ങൾ കണ്ടുകൊണ്ട് യാത്ര തുടരവേ ഞാൻ ചിന്തിക്കുന്നത് ഫുക്കറ്റിന്റെ ചരിത്രത്തെക്കുറിച്ചാണ്. 1000 വർഷം മുൻപ് തന്നെ ജനവാസമുണ്ടായിരുന്ന ദ്വീപാണിത്. എന്നാൽ കൊളോണിയൽ കാലഘട്ടമാണ് ഫുക്കറ്റിന്റെ ചരിത്രം മാറ്റിക്കുറിച്ചത്. പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരുമെല്ലാം ഫുക്കറ്റിനെ തങ്ങളുടെ അധീനതയിലാക്കാൻ ആഗ്രഹിച്ചു. ഒരു തവണ ഫുക്കറ്റിനെ ആക്രമിച്ചു പിടിക്കാൻ ഫ്രഞ്ചുകാർ പടകൂട്ടിയെത്തിയത് ഇന്ത്യയിലെ പുതുച്ചേരിയിൽ നിന്നുമായിരുന്നു. ചലോങ് ടൗണും ഫുക്കറ്റ് ടൗണും കൃത്യമായ ഒരു വേർതിരിവോടെയല്ല നിലകൊള്ളുന്നത്. ഇപ്പോൾ കാർ ഫുക്കറ്റ് ടൗണിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ കാണുന്ന കെട്ടിടങ്ങളിലെല്ലാം കൊളോണിയൽ കാലഘട്ടത്തിന്റെ മുദ്രകളുണ്ട്. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ സിംഗപ്പൂരിലും മലേഷ്യയിലുമെല്ലാം ഇത്തരത്തിലുള്ള ഇരുനില കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നു. ഇവിടെയും കാണുന്നത് അതുതന്നെയാണ്. തായ്ലൻഡുമായി ആദ്യമായി നയപരമായ ബന്ധമുണ്ടാക്കിയ രാജ്യം പോർച്ചുഗലാണ്. ഫുക്കറ്റിലെ ടിൻ ഖനന സാധ്യതകളിൽ കണ്ണുനട്ടാണ് 16-ാം നൂറ്റാണ്ട് മുതൽ അവരിവിടെ സ്വാധീനശക്തിയായി വളർന്നത്. കൊളോണിയൽ കാലഘട്ടത്തിലെ ആഢ്യഭവനങ്ങൾ മിക്കതും ഇന്നും പുനരുദ്ധരിച്ച് നിലനിർത്തി പോരുന്നുണ്ടെന്നതാണ് പ്രത്യേകത. ഇടയ്ക്ക് ചില ക്ഷേത്രങ്ങളും കാണാം. കെട്ടിടങ്ങൾ പലതും ഇന്ന് ഫർണിച്ചർ ഷോപ്പും മറ്റുമായി മാറിക്കഴിഞ്ഞു.
ഇത്തരം ബസ്സുകളിലാണ് ഫുക്കറ്റിലെ സാധാരണക്കാരായ ആളുകൾ യാത്ര ചെയ്യുന്നത്. ഒരു ലോറിയെ ബസ്സാക്കി മാറ്റിയെടുത്തതാണെന്നും പറയാം. ഫുക്കറ്റിലെ താങ് റോഡ് എന്ന പാതയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇവിടുത്തെ ഒരു പൗരാണിക സ്ട്രീറ്റാണിത്. ഇതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കെട്ടിടങ്ങൾ ശ്രദ്ധിക്കുക. മുഴുവനും കൊളോണിയൽ മന്ദിരങ്ങളാണ്. താഴെ കച്ചവട പീടികകൾ. മുകൾ നിലയിൽ ആളുകൾ വസിക്കുന്നു. പോർച്ചുഗീസ്, ചൈനീസ്, ഡച്ച്, ഫ്രഞ്ച് ശൈലികൾ പ്രതിഫലിക്കുന്ന കെട്ടിടങ്ങൾ ഇതിലുണ്ട്. ഇത്തരം തെരുവുകളാണ് സിംഗപ്പൂരിലെ ചൈന ടൗണിലും ലിറ്റിൽ ഇന്ത്യയിലുമൊക്കെ കണ്ടിട്ടുള്ളത്. മലേഷ്യയിലെ പെനാങ്ങിലും കൊലാലംപൂരിന്റെ പഴയ നഗരഭാഗങ്ങളിലും തുടങ്ങി ഇത്തരം രാജ്യങ്ങളിൽ കൊളോണിയൽ കാലത്ത് രൂപപ്പെട്ട തെരുവുകളെല്ലാം ഇങ്ങനെയാണ്. ഇൻഡോ ചൈന മേഖലയിൽ എവിടെയും കൊളോണിയൽ കാലത്തുയർന്ന കെട്ടിടങ്ങൾക്കെല്ലാം സമാന രൂപമാണെന്ന് പറയാം. ഓൾഡ് ഫുക്കറ്റ് ടൗണിന്റെ ഹൃദയമാണ് തലാങ് റോഡെന്നാണ് പറയുക. പോർച്ചുഗീസുകാർ നിർമ്മിച്ച പാണ്ഡികശാലകളും സൈനിക കേന്ദ്രങ്ങളും വ്യാപാരശാലകളുമെല്ലാം ഇവിടെ കാണുന്ന കെട്ടിടങ്ങളിൽ ഉൾപ്പെടുന്നു. പോർച്ചുഗീസ് പ്രമാണിമാർക്ക് വസിക്കാൻ ധാരാളം മാൻഷനുകളും അക്കാലത്ത് തലാങ് റോഡിന് സമീപം നിർമ്മിച്ചിരുന്നു. 1511 ഇന്ത്യയിലെ ഗോവയിൽ നിന്നും അൽഫോൺസോ ഡി ആൽബുക്കർക്കിന്റെ നേതൃത്വത്തിൽ 1200 പേരടങ്ങുന്ന പോർച്ചുഗീസ് സൈന്യം മലാക്ക പിടിക്കാൻ പുറപ്പെടുന്നതോടെയാണ് ഫുക്കറ്റിലെ പോർച്ചുഗീസ് സ്വാധീനത്തിനും തുടക്കമാവുന്നത്. സിയാം എന്നറിയപ്പെട്ടിരുന്ന തായ് രാജ്യത്തെ അന്നത്തെ രാജാവുമായി പോർച്ചുഗീസുകാർ സന്ധിയുണ്ടാക്കി. മലാക്കയിലെ മൂറിഷ് വ്യാപാര ആധിപത്യം കുറയ്ക്കാൻ സയാമീസ് വ്യാപാരികളെ അയക്കണമെന്നും ഫുക്കറ്റിൽ കച്ചവടം നടത്താൻ അനുവദിക്കണമെന്നുമായിരുന്നു പോർച്ചുഗീസ് ആവശ്യം. രാജാവ് സമ്മതിച്ചു. പ്രത്യുപകാരമായി പോർച്ചുഗീസുകാർ തായ് രാജാവിനു വേണ്ടി നല്ലൊരു സൈന്യത്തെ സജ്ജമാക്കുകയും അവർക്ക് കൃത്യമായ പരിശീലനം നൽകുകയും ചെയ്തു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഇതിവിടുത്തെ മാർക്കറ്റാണ്. മത്സ്യമാംസങ്ങൾ ലഭിക്കുന്ന മാർക്കറ്റ്. ഉച്ചയായപ്പോഴേക്കും മാർക്കറ്റിലെ കച്ചവടം അവസാനിച്ചിരിക്കുന്നു. രാവിലെ 8 മണിയാവുമ്പോൾ വന്നാൽ ഏറ്റവും സജീവമായ മാർക്കറ്റ് ഇവിടെ കാണാമായിരുന്നു. മാർക്കറ്റ് ഉച്ചവരെ ഉണ്ടാവുമെന്നും അവിടെ ഇറങ്ങി കാഴ്ചകൾ പകർത്താമെന്നും കരുതിയിരുന്നതാണ്. എന്നാൽ അവിടെ ആളൊഴിഞ്ഞു കിടക്കുന്നതിനാൽ ഞാൻ ഫുക്കറ്റ് ടൗണിൽ കാറിൽ നിന്നിറങ്ങുന്നില്ല. നേരം 1 മണിയായിട്ടുണ്ട്. നേരെ എയർപോർട്ടിലേക്ക് വണ്ടി വിടാൻ ലാങ്ങിനോട് പറഞ്ഞു. 2 മണിക്ക് മുൻപ് എനിക്ക് എയർപോർട്ടിലെത്തണം. 4 മണിക്കാണ് മടക്കയാത്രയ്ക്കുള്ള ഫ്ലൈറ്റ്. അതിദ്രുതം ആധുനികതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പട്ടണഭാഗങ്ങൾ കണ്ടങ്ങനെ പോകുമ്പോൾ ഫുക്കറ്റിന്റെ ചരിത്രം തന്നെയാണ് എന്റെ ചിന്തകളിൽ. ലാങ് ഉറക്കം തൂങ്ങിയെന്നോണമാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ ബിഗ് ബുദ്ധ സ്റ്റാച്യു കാണാൻ പോയ നേരത്ത് ഒരിടത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു ചങ്ങാതി. ഫുക്കറ്റിലുണ്ടായിരുന്ന വൻ ടിൻ നിക്ഷേപമാണ് 16-ാം നൂറ്റാണ്ട് മുതൽ ഇവിടേക്ക് വിദേശികളെ ആകർഷിച്ചത്. ഫുക്കറ്റിനു വേണ്ടി യൂറോപ്യൻ ശക്തികൾ തമ്മിൽ മത്സരിക്കാൻ കാരണമായതും അതുകൊണ്ട് തന്നെ. എന്നാൽ 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഫുക്കറ്റിലെ ടിൻ ഖനന മേഖലയാകെ ചൈനക്കാരുടെ കൈകളിൽ അമരുന്നതാണ് ചരിത്രം കണ്ടത്. ഖനന ജോലികളിൽ ചൈനക്കാരോളം സാമർഥ്യം തങ്ങൾക്കില്ലെന്ന് മനസ്സിലാക്കിയ യൂറോപ്യർ ചൈനക്കാർ ഖനനം ചെയ്തെടുക്കുന്ന ടിൻ വാങ്ങിയെടുക്കാനാണ് പിന്നെ മത്സരിച്ചത്. 1 നൂറ്റാണ്ടോളം ആ നില തുടർന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഫ്രായ റസാദ നുബർദിത്ത് എന്നയാൾ ഫുക്കറ്റിന്റെ ഗവർണറായതോടെയാണ് ചിത്രം മാറിയത്. അദ്ദേഹം യൂറോപ്യൻ കമ്പനികളെ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകി ടിൻ ഖനനത്തിനായി ഫുക്കറ്റിലേക്ക് ക്ഷണിച്ചു. ദ്വീപിൽ റോഡുകളും കനാലുകളും വികസിക്കാനും പുതിയ നിരവധി കെട്ടിടങ്ങൾ ഉയരാനുമെല്ലാം കാരണമായത് ഈ നടപടിയാണ്. പട്ടണങ്ങൾ പിന്നിടുന്നതോടെ കൃഷിയിടങ്ങളുടെ കാഴ്ചയിലേക്കെത്തുന്നു. വടക്കൻ ഫുക്കറ്റിന്റെ വലിയൊരു ഭാഗമൊന്നാകെ കൃഷിയിടങ്ങളാണ്. റബ്ബറും എണ്ണപ്പനയുമാണ് പ്രധാന കൃഷികൾ. ടാപ്പിംഗ് നടക്കുന്ന റബ്ബർ തോട്ടങ്ങളാണ് ഇടതുവശത്ത് ഇക്കാണുന്നതെല്ലാം. നമ്മുടെ നാട്ടിലുള്ളതുപോലെ വൃത്തിയും ശാസ്ത്രീയതയും ഉള്ളതല്ല ഇവിടുത്തെ റബ്ബർ കൃഷിയെന്ന് റബ്ബറിന്റെ നാട്ടിൽ നിന്നുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനാവും. ഇനി അധികം കാഴ്ചകളൊന്നുമില്ല.
എയർപോർട്ട് ലക്ഷ്യമാക്കി നല്ല സ്പീഡിൽ കാർ വിടുകയാണ് ലാങ്. എന്നെ പറഞ്ഞ സമയത്ത് തന്നെ എയർപോർട്ടിൽ എത്തിക്കാനുള്ള വ്യഗ്രതയിലാണവൻ. നേരം 1:45 ചെറിയൊരു ദ്വീപാണ് ഫുക്കറ്റ്. ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഞാൻ ഇവിടുത്തെ പ്രധാന കാഴ്ചകളെല്ലാം ക്യാമറയിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കാർ ഫുക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മുന്നിലേക്കെത്തി. എയർപോർട്ടിന്റെ പഴയ ടെർമിനലാണിത്. പുതിയൊരു ടെർമിനലിന്റെ പണി ഇപ്പോൾ നടന്നു വരുന്നുണ്ടിവിടെ. ലാങ്ങിനെ പറഞ്ഞയച്ചു. ചെക്ക് ഇൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ഒരു ഉത്സവപ്പറമ്പിലെ തിരക്കുണ്ട്. എല്ലാ കൗണ്ടറുകളുടെയും മുന്നിൽ നീണ്ട ക്യൂ. എനിക്ക് പോകേണ്ടത് സിൽക്ക് എയർ വിമാനത്തിലാണ്. സിൽക്ക് എയറിന്റെ കൗണ്ടറിന് മുന്നിൽ കുറേ നേരം ക്യൂ നിന്ന് ബോർഡിംഗ് പാസ് എടുത്ത് വെയിറ്റിംഗ് ഏരിയയിലേക്ക് നടന്നു. അത്ര ഗംഭീരമായൊരു എയർപോർട്ടാണ് ഫുക്കറ്റിലേതെന്ന് പറയാനാവില്ല. ഇവിടെ കാണുന്നത് മുഴുവൻ വിദേശ ടൂറിസ്റ്റുകളാണെന്നതാണ് പ്രത്യേകത. നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഗൾഫിലെയോ യൂറോപ്പിലെയോ തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന മലയാളികളെ തന്നെയാവും കൂടുതലായും കാണുക. ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ്. ടൂറിസ്റ്റുകളുടെ ഘോഷയാത്രയാണ് ഈ എയർപോർട്ടിൽ. ഇപ്പോൾ സിൽക്ക് എയർ വിമാനത്തിനുള്ളിലാണ് ഞാൻ. പുറത്ത് പലതരം വിമാനങ്ങൾ. തായ്ലൻഡിന്റെ തന്നെ പല നഗരങ്ങളെ ബന്ധപ്പെടുത്തി പറക്കുന്ന ചെറുവിമാനങ്ങളുണ്ട്. മലേഷ്യ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിമാനങ്ങളുണ്ട്. റഷ്യയിൽ നിന്നും മറ്റും ചാർട്ടേഡ് ഫ്ലൈറ്റുകളിലും ഇവിടേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ടെന്നതാണ് പ്രത്യേകത. തായ് എയർലൈൻസ് ഫുക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നിരവധി സർവീസുകൾ നടത്തുന്നുണ്ട്. എത്ര വിമാനങ്ങളുണ്ടെങ്കിലും മതിവരാത്തത്ര ടൂറിസ്റ്റുകൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ വന്നിറങ്ങുന്ന ഓരോ ടൂറിസ്റ്റും ചുരുങ്ങിയത് 1 ലക്ഷം രൂപയ്ക്ക് തുല്യമായ തുകയെങ്കിലും ഇവിടെ ചെലവഴിക്കുന്നുണ്ട്. 26 മുതൽ 30 മില്യൺ വരെ ടൂറിസ്റ്റുകൾ ഒരു വർഷം എത്തുന്ന രാജ്യമാണ് തായ്ലൻഡ്. അതിൽ 40% ടൂറിസ്റ്റുകൾ ഫുക്കറ്റ് സന്ദർശിക്കുന്നു. 2032 ആവുമ്പോഴേക്കും പ്രതിവർഷം 100 മില്യൺ ടൂറിസ്റ്റുകൾ ഈ രാജ്യത്തെത്തുമെന്നാണ് തായ്ലൻഡ് ഗവൺമെന്റ് തന്നെ കണക്കാക്കുന്നത്. എത്രമാത്രം വിദേശ നാണ്യമാണ് ടൂറിസത്തിലൂടെ ഈ രാജ്യത്ത് വന്നു ചേരുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതിനു മുൻപും ഒരിക്കൽ ഞാൻ വന്നിട്ടുള്ള നാടാണ് ഫുക്കറ്റ്. എന്നാൽ ഓരോ വരവിലും പുതിയ പുതിയ കാഴ്ചകളാണ് ഫുക്കറ്റും തായ്ലൻഡ് ആകെത്തന്നെയും സന്ദർശകന് നൽകുന്നത്. ആഘോഷത്തിന്റെ നാടാണെങ്കിലും ഈ നാട്ടിലെ ആളുകളുടെ മുഖത്തുനിന്ന് നേർത്ത ഒരു വേദനയും നമുക്ക് കണ്ടെടുക്കാനാവും. ഒരിക്കൽ സന്ദർശിച്ച് വീണ്ടും ഒരു വർഷം കഴിയുമ്പോൾ തായ്ലൻഡിലേക്ക് ഒരിക്കൽ കൂടി പോകാം എന്ന് ഏതു സഞ്ചാരിയെയും ആകർഷിക്കുന്ന എന്തോ ഒരു ഘടകം ഇവിടെയുണ്ട്. ടൂറിസത്തിനു വേണ്ടി പ്രൊഫഷണലായി ഒരുങ്ങിയിരിക്കുന്ന ഒരു ജനസമൂഹം നമുക്ക് തരുന്ന ഒരു സ്വീകാര്യതയാണത്. ഒരു ടൂറിസ്റ്റിന് വേണ്ടതെല്ലാം പ്രൊഫഷണലായി തന്നെ ഇവർ ഒരുക്കിവെക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ ചെലവിലും ഏറ്റവും വലിയ ചെലവിലും ടൂറിസ്റ്റുകൾക്ക് ജീവിക്കാവുന്ന ഒരു രാജ്യമാണിത്. താഴെ ഹൈവേകളും വലിയ റബ്ബർ തോട്ടങ്ങളുമെല്ലാം കാണുന്നു. ജലാശയങ്ങൾ, എണ്ണപ്പനത്തോപ്പുകൾ, വ്യവസായശാലകൾ. ഇടയ്ക്കിടെ കരയിലേക്ക് കയറിക്കിടക്കുന്ന ഉൾക്കടൽ ഭാഗങ്ങൾ. താഴെ ഇപ്പോൾ കാണുന്നത് മാപ്രാവോ എന്ന നദിയാണ്. റബ്ബർ തോട്ടങ്ങൾക്കും കണ്ടൽക്കാടുകൾക്കും ഇടയിലൂടെ ഒഴുകി ഫാങ്ങ ഉൾക്കടലിൽ ചെന്നു ചേരുന്ന നദി. വലിയൊരു ശതമാനവും വൃക്ഷനിബിഡമായ ദ്വീപാണ് ഫുക്കറ്റ് എന്ന് ഈ കാഴ്ചയിൽ നിന്ന് വ്യക്തമാവും. അതിന്റെ അതിരുകൾ ഫാങ്ങ ഉൾക്കടലിന്റെ തീരം വരെ എത്തി നിൽക്കുന്നു. ഉൾക്കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന കരയുടെ മുനമ്പുകൾ, ഉൾക്കടലിൽ ചിതറിക്കിടക്കുന്ന തുരുത്തുകൾ. ഫാങ്ങ ഉൾക്കടലാണ് ഫുക്കറ്റിലെ ടൂറിസം ആക്ടിവിറ്റികളുടെ കേന്ദ്രസ്ഥാനം. അതിന് പ്രാധാന്യം ഈ ആകാശക്കാഴ്ചയിൽ വ്യക്തമാവും. മരതക നിറമാർന്ന ജലം, കരയിൽ പച്ചപ്പിന്റെ വിശാലത. വെയിൽ എന്റെ ചിത്രീകരണത്തിന് ഇപ്പോൾ തെല്ലും അനുകൂലമല്ല. താഴെ ഉൾക്കടലിൽ ചിതറിക്കിടക്കുന്ന നിരവധി ദ്വീപുകൾ കാണാം. ഇത്തരത്തിലുള്ള എത്രയോ ദ്വീപുകൾ കഴിഞ്ഞ ദിവസം ഫാങ്ങ ഉൾക്കടലിലൂടെ ഞാൻ നടത്തിയ ബോട്ട് യാത്രയിൽ കണ്ടിരുന്നു. ഓരോ ദ്വീപിനും ചുറ്റും ഇളം നീലയും കടും നീലയും നിറമുള്ള ചെറുവലയങ്ങൾ. ഒരു പെയിന്റിംഗ് പോലെ സുന്ദരം. വിമാനത്തിൽ എല്ലാ സീറ്റിലും തന്നെ ആളുകളുണ്ട്.
കുറച്ചു കഴിഞ്ഞതോടെ മേഘരാജികൾ ഫുക്കറ്റിന്റെ കാഴ്ചകളെ മറച്ചു. ഇനി കുറേ നേരം ഈ മേഘമേലാപ്പിനും മുകളിലൂടെ തന്നെയാവും യാത്ര. വിമാനം താമസിയാതെ സിംഗപ്പൂരെത്തും. അവിടെ എത്തി 2 മണിക്കൂറിനകം കൊച്ചിയിലേക്കുള്ള വിമാനം ലഭിക്കും. ആ വിമാനത്തിൽ എനിക്ക് നാട്ടിലേക്ക് മടങ്ങണം.